വൈസ് ചാൻസലർ വളരെ പ്രകടമായ അധികാര ദുർവിനിയോഗമാണ് നടത്തിയിട്ടുള്ളത്. കേരള സർവകലാശാലയുടെ ആക്റ്റും നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് യാതൊരു കാരണവശാലും അദ്ദേഹത്തിന് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമില്ല. രജിസ്ട്രാറുടെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി സിൻഡിക്കേറ്റ് ആണ്. സിൻഡിക്കേറ്റിന് മുൻപാകെ ഈ കാര്യം വേണമെങ്കിൽ വൈസ് ചാൻസലർക്ക് വയ്ക്കാം എന്നല്ലാതെ നേരിട്ട് രജിസ്ട്രാർക്കെതിരെ ആക്ഷൻ എടുക്കാൻ വൈസ് ചാൻസലർക്ക് ഇപ്പോൾ നിലവിലുള്ള നിയമപ്രകാരം സാധ്യമല്ല എന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ വളരെ നേരത്തെ തന്നെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് രജിസ്ട്രാർ അറിയിച്ചിട്ടുള്ളതായ കാര്യം. അങ്ങനെയെങ്കിൽ വ്യാജമായിട്ടുള്ള ആരോപണത്തെ മുൻനിർത്തിയാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അത് തീർച്ചയായും അമിതാധികാര പ്രയോഗമാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. വൈസ് ചാൻസലർ ആകട്ടെ ശിലാന്യാസത്തിനടക്കം പങ്കെടുത്തുകൊണ്ട് RSS കൂറ് തെളിയിച്ചതിൻ്റെ ഭാഗമായിട്ട് കേരള സർവകലാശാല VC ആയിട്ട് നിയോഗിക്കപ്പെട്ട ആളാണ്. താൽക്കാലിക VC ആണ്. താൽക്കാലിക VC ആയ അദ്ദേഹത്തിൻ്റെ അധികാര പരിധിക്ക് അപ്പുറത്തേക്ക് പോയിട്ടാണ് രജിസ്ട്രാർക്കെതിരെ ഈ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി ആലോചിച്ച് വേണ്ട വിധത്തിൽ അതിൽ ഇടപെടും. കാരണം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ ഫലപ്രദമായ നിലയിലുള്ള ഇടപെടലുകൾ നടത്തി നല്ല രീതിയിലുള്ള മികവും മുന്നേറ്റവും ഉറപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. നമ്മുടെ സർവകലാശാലകളും കലാലയങ്ങളുമെല്ലാം ആ മികവിൻ്റെ പാതയിലൂടെ മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ കടുത്ത കാവ്യവൽക്കരണ പരിശ്രമങ്ങളുമായിട്ട് ചില ചാൻസലർമാർ ഇവിടെ വന്ന് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ കലുഷിതമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ അത് ആ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഈ സസ്പെൻഷൻ ഉത്തരവിൽ വിചിത്രവാദമാണ് ഉന്നയിക്കുന്നത് VC. പ്രത്യേകിച്ചും ഒന്ന്, ഗവർണർ വേദിയിലിരിക്കുമ്പോൾ പരിപാടി റദ്ദാക്കി എന്ന് പറയപ്പെടുന്നു. മറ്റൊന്ന്, ഇതിൽ ഏത് മതചിഹ്നമാണ് വേദിയിൽ ഉപയോഗിച്ചത് എന്നുള്ളത് വ്യക്തമല്ല എന്നും. അപ്പോൾ ഇത് രണ്ടും കൃത്യമായ രീതിയിൽ ഇതിന് പിന്നിൽ ഒരു നീക്കം നടത്തി ആ രീതിയിൽ ഒരു ഗൂഢാലോചന പ്രകാരമുള്ള ഒരു നടപടി തന്നെയായിട്ടാണോ കാണുന്നത്? ഗവർണർ അല്ലെങ്കിൽ ചാൻസലർ ആ ഹാളിൽ എത്തുന്നതിന് വളരെ മുമ്പ് തന്നെ ഈ നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് രജിസ്ട്രാർ എന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളതായ കാര്യം. മറ്റൊന്ന്, കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് കാവിക്കൊടി ഏന്തി പട്ടുസാരി ഉടുത്ത ഈ ഭാരതാംബ ജനാധിപത്യ ഇന്ത്യയുടെ ഒരു പ്രതീകമല്ല, RSSൻ്റെ പ്രതീകമാണ് എന്നുള്ള കാര്യം. അത് വളരെ സ്പഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല, അവിടെ വലിയ സംഘർഷാവസ്ഥ രൂപപ്പെട്ടു വന്നതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാർ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ബോധപൂർവം സർവകലാശാല ക്യാമ്പസുകളിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ചാൻസലർമാരുടെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ടാകുന്നു എന്ന് പറയുന്നത് വളരെയധികം നിർഭാഗ്യകരമാണ്. നമ്മുടെ ക്യാമ്പസുകൾ വളരെ ആർജവത്തോടെ ഏറ്റവും നല്ല നിലയിൽ ലോകോത്തര നിലവാരത്തിലുള്ള പഠന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനു വേണ്ടി എല്ലാവരും കൈകോർത്ത് പിടിച്ച് പരിശ്രമിക്കുകയാണ്. അതിനെ സഹായിക്കാൻ ഉത്തരവാദപ്പെട്ടവരാണ് ചാൻസലർമാരായിട്ട് വരുന്ന ആളുകൾ. പക്ഷേ അതിൻ്റെ നേരെ എതിർദിശയിൽ ആ ഒരു മുന്നേറ്റത്തെ തടയാൻ കഴിയുന്നത്ര പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഇവിടെ നിയമസഭ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി സഭ ഏകാഭിപ്രായത്തോടെ അംഗീകരിച്ച ബില്ലുകൾ ഒപ്പുവെക്കാതെ പിടിച്ചുവെക്കുകയാണ്. പുതിയ നിയമങ്ങൾ പാസാക്കിയതൊന്നും തന്നെ ഒപ്പുവെച്ച് നൽകിയിട്ടില്ല. ഇത് വളരെ കൃത്യമായ നിലയിൽ ആസൂത്രിതമായ കാവ്യവൽക്കരണ അജണ്ടയുടെ ഭാഗമായിട്ടാണ് കേരളത്തിൽ നിന്ന് നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ എന്ന് എല്ലാ കേരളീയരും തിരിച്ചറിയണം എന്നാണ് പറയാനുള്ളത്. അദ്ദേഹം നിയമപരമായ നടപടികളിലേക്ക് പോകട്ടെ. സർക്കാർ എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ വിശദമായിട്ട് കാര്യങ്ങൾ പരിശോധിച്ച് കൂടിയാലോചിച്ച് മുഖ്യമന്ത്രിയുടെ കൂടെ നിർദ്ദേശപ്രകാരം നടപടികൾ സ്വീകരിക്കും. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അവരുടെ കാവ്യവൽക്കരണ അജണ്ട നടപ്പാക്കാനായിട്ട് ഗവർണർമാർ ചാൻസലർമാരായി പ്രവർത്തിക്കുന്ന ഇടങ്ങളിലൊക്കെ അവരെ ചട്ടുകങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്.
ആ കാവ്യവൽക്കരണ അജണ്ടയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കണ്ടുവരുന്നത് ഇപ്പോൾ. അപ്പോൾ വളരെ പ്രകടമായ രീതിയിൽ ഭരണഘടനയെ തന്നെ വെല്ലുവിളിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ രാജ്ഭവൻ കേന്ദ്രീകരിച്ച് നടത്തുന്നത് ഇതിൻ്റെ ഭാഗമാണ്. കാവിക്കൊടി ഏന്തിയ വനിതയെ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രതീകമായിട്ട് അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ ഭാഗമാണ്. അങ്ങനെ ആസൂത്രിതവും സംഘടിതവുമായ അജണ്ട നടപ്പാക്കാനായിട്ട് കേരളത്തിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ് ഏതാനും ചാൻസലർമാരെ.